ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കുന്നത് തൊഴിൽ രീതിയിലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതാര്? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻസ്: എം വിശ്വേശ്വരയ്യ, ദാദാഭായ് നവറോജി, ആഡം സ്മിത്ത്, കാൾ മാർക്സ്. ആരാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത്? ഉത്തരം എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത്. അപ്പൊ നമുക്ക് കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. 1939 വിശ്വേശ്വരയ്യയുടെ ജില്ലാ വികസന പദ്ധതി ഇന്ത്യയിലെ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ആദ്യ ദൃശ്യവൽക്കരണമായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? 1939 എം വിശ്വേശ്വരയ്യയുടെ ജില്ലാ വികസന പദ്ധതി ഇന്ത്യയിലെ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ആദ്യ ദൃശ്യവൽക്കരണമായിരുന്നു. 1955 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ അവാർഡായ ഭാരതരത്ന അദ്ദേഹത്തിനു നൽകി. എന്നാണ് വിശ്വേശ്വരയ്യയ്ക്ക് ഭാരതരത്ന ലഭിച്ചത്? 1955. അപ്പൊ നമ്മള് വിശ്വേശ്വരയ്യയുടെ ഗ്രന്ഥം ഓർമ്മിച്ചു വെക്കുക. വിശ്വേശ്വരയ്യയുടെ വിഖ്യാത ഗ്രന്ഥമാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. പിന്നെ പരമോന്നത ബഹുമതിയായ സിവിലിയൻ അവാർഡ് ഭാരതരത്ന അദ്ദേഹത്തിന് ലഭിച്ചത് 1955. അപ്പൊ അത് മറക്കില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, അമർത്യ സെൻ. അപ്പം ആരാണ് ഉത്തരം? ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതിന്റെ കണക്റ്റിംഗ് പോയിന്റ്സിലേക്ക് പോവാം. സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ഏത് രാജ്യത്തിലെ തത്വശാസ്ത്രജ്ഞനാണ്? സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ രചനയെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ആധുനിക കൃതിയായി കണക്കാക്കപ്പെടുന്നു. അപ്പം സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ആധുനിക കൃതിയായി കണക്കാക്കപ്പെടുന്നത് ആഡം സ്മിത്തിന്റെ ഏതൊക്കെ കൃതികളാണ്? ഏതൊക്കെയാണ്? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. തൊഴിലിനെ ഭിന്നിപ്പിച്ച് പരിമിതപ്പെടുത്തുന്ന തത്വം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ്. തൊഴിലിലെ ഭിന്നിപ്പ് പരിമിതപ്പെടുത്തുന്ന തത്വം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ്. അപ്പം ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച് ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? അപ്പൊ ഗാന്ധിജിയുടെ ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1906, 1916, 1909, 1919. ഉത്തരം ഏതാണ്? നമുക്കറിയാം ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ച വർഷം 1909 ആണ്. കണക്റ്റിംഗ് പോയിന്റ്സ്. ഹിന്ദ് സ്വരാജ് അഥവാ ഇന്ത്യൻ ഭവന ഭരണം ഗാന്ധിജി എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ഹിന്ദ് സ്വരാജ് അഥവാ ഇന്ത്യൻ ഭവന ഭരണം. ഹിന്ദ് സ്വരാജിന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ഭവന ഭരണം. ഗാന്ധിജി എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ആധുനിക നാഗരിക സമീകരണ സംവിധാനമായ സ്വരാജിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ആധുനിക നാഗരിക സമീകരണ സംവിധാനമായ സ്വരാജിനെ കുറിച്ചുള്ള
തന്റെ കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ഗുജറാത്തി ഭാഷയിൽ എഴുതിയ കൃതിയാണിത്. അപ്പൊ ഹിന്ദ് സ്വരാജ് ഏത് ഭാഷയിൽ എഴുതിയ കൃതിയാണ്? ഗുജറാത്തി ഭാഷയിൽ എഴുതിയ കൃതിയാണ്. ഹിന്ദ് സ്വരാജിന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ഭവന ഭരണം എന്ന്. ആധുനിക നാഗരിക സമീകരണ സംവിധാനമായ സ്വരാജിനെ കുറിച്ച് തന്റെ കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, അറ്റ ദേശീയ ഉൽപ്പന്നം NNP കാണാനുള്ള സമവാക്യം എന്ത്? അറ്റ ദേശീയ ഉൽപ്പന്നം NNP കാണാനുള്ള സമവാക്യം എന്താണ്? അറ്റ ദേശീയ ഉൽപ്പന്നം എന്നാൽ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മൊത്ത ദേശീയ ഉൽപ്പന്നം കൂട്ടണം തേയ്മാന ചെലവ്. മൊത്ത ദേശീയ ഉൽപ്പന്നം കൂട്ടണം തേയ്മാന ചെലവ്. അപ്പം NNP കാണാനുള്ള സൂത്രവാക്യമാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP is equal to മൊത്ത ദേശീയ ഉൽപ്പന്നം അധികം തേയ്മാന ചെലവ്. മൊത്ത ദേശീയ ഉൽപ്പന്നം അധികം തേയ്മാന ചെലവ്. ഓപ്ഷൻ മൊത്ത ദേശീയ, അത് ഓപ്ഷൻസ് ആണ്. ഏതൊക്കെയാണ്? അറ്റ ദേശീയ ഉൽപ്പന്നം ഇസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം അധികം തേയ്മാന ചെലവ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? അറ്റ ദേശീയ ഉൽപ്പന്നം ഇസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം കുറയ്ക്കണം തേയ്മാന ചെലവ്. അറ്റ ദേശീയ ഉൽപ്പന്നം ഇസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം ഗുണിക്കണം തേയ്മാന ചെലവ്. അറ്റ ദേശീയ ഉൽപ്പന്നം ഇസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം ഹരിക്കണം തേയ്മാന ചെലവ്. അപ്പം ഉത്തരം ഏതാണ്? NNP കാണാനുള്ള സൂത്രവാക്യമാണ് അറ്റ ദേശീയ ഉൽപ്പന്നം NNP ഇസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം കുറയ്ക്കണം തേയ്മാന ചെലവ്. അപ്പൊ കുറയ്ക്കുകയാണ് വേണ്ടത്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് എന്ത്? NNP എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കണക്റ്റീവ് പോയിന്റ്സ് നോക്കാം. ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം NNP എന്ന് പറയുന്നത്. NNP ഇസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ. GNP ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് GNP. അതിൽ നിന്ന് തേയ്മാന ചെലവ് ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതാണ് എന്ത്? NNP എന്ന് പറയുന്നത്. കമ്പോള വിലയെ അടിസ്ഥാനമാക്കി അറ്റ ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നതാണ് കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. കമ്പോള വിലയെ അടിസ്ഥാനമാക്കി അറ്റ ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നതാണ് കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം. ഘടകച്ചെലവിന്റെ അടിസ്ഥാനത്തിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ഘടകച്ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. മൊത്ത ആഭ്യന്തര ഉൽപാദനം GDP, മൊത്ത ദേശീയ ഉൽപാദനം GNP, അറ്റ ദേശീയ വരുമാനം NNI, ക്രമീകരിച്ച ദേശീയ വരുമാനം എന്നിവയുൾപ്പെടെ ഒരു രാജ്യത്തോ പ്രദേശത്തോ മൊത്തം സാമ്പത്തിക പ്രവർത്തനം കണക്കാക്കാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ദേശീയ വരുമാനത്തിന്റെയും ഉൽപാദനത്തിന്റെയും വിവിധ അളവുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ്? NNP കാണാനുള്ള സൂത്രവാക്യം എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം കുറയ്ക്കണം തേയ്മാന ചെലവ്. NNP ഇസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ. അപ്പം ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിച്ചു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്